ബിന്നി ജിഷിനോട് പറയാണ് അവർക്ക് ഡൗട്ട് തോന്നിയ ഒരു കാര്യം അവർ വന്നിട്ട് എന്നോട് പറയുന്നു. എന്നിട്ട് അവർ തന്നെ അത് പബ്ലിസിറ്റി ചെയ്യുന്നു. എന്നിട്ട് അത് ഇത്രയും ഇഷ്യൂ ആയതിന് ശേഷം അവർ കുറച്ച് ദിവസം മിണ്ടാതിരിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും വീണ്ടും ഇണങ്ങി സംസാരിക്കുന്നു. എന്നിട്ട് വന്നിട്ട് എന്നോട് പറയുന്നു, ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വിചാരിച്ചതുപോലൊന്നും നടന്നില്ല, എല്ലാം ചീറ്റിപ്പോയി എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പ്രോബ്ലം ഞാനാണോ ഉണ്ടാക്കിയത്? അവർക്ക് രണ്ടുപേർക്കും നിവിനും ഇടയിലുള്ള വിഷയമാണിത്. ആദിലയ്ക്കും നൂറയ്ക്കും ഷാനവാസിനും നിവിനും ഇടയിലുള്ള പ്രശ്നമാണ്. അപ്പം ഇവരെന്നോട് വന്നിത് പറഞ്ഞു. ഇത്രയും സെൻസിറ്റീവായിട്ടൊരു പ്രശ്നം ഇത് പറയണമെന്ന് ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചതാണ്. ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഈ പ്രശ്നം പറയണമെന്ന് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചതാണ്. അപ്പം ചിന്തിക്കാതെയും പറയാതെയും കൂടി പെട്ടെന്ന് തന്നെ അതെടുത്ത് വിഷയമാക്കിയത് ആദിലയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ഒരു പ്ലാൻ ആയിരുന്നെന്ന് തോന്നുന്നു. ഇങ്ങനെ രണ്ടുപേരെ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിക്കാൻ ഇവർ പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ ഞാനില്ല. പക്ഷേ എൻ്റെ ഒരു വിഷയമാക്കി ഇപ്പോൾ ഇവർ മാറ്റിയേക്കുകയാണ്. ഞാനായിട്ടുണ്ടാക്കിയൊരു വിഷയം പോലാണ് ഇവരുടെ സംസാരം. ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു വിഷയമാണ്. എന്നിട്ട് അവർ പറയുന്നത് നമ്മൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഒന്നും നടന്നില്ല, ചീറ്റിപ്പോയെന്ന് പറയുന്നത്. അങ്ങനെ പറയേണ്ട കാര്യം എന്തുണ്ട്? ഇപ്പോൾ ഈ പ്രശ്നം ഞാനായിട്ടുണ്ടാക്കിയതാണെന്നാണ് ആദിലയുടെ വെപ്പ്. ജിഷൻ ചോദിക്കുന്നുണ്ട് അവരിപ്പോൾ എന്തോ പറയുന്നത്. അപ്പം ബിന്നി പറയാണ് ഡോക്ടർ വിചാരിച്ച കണക്ക് കുത്തിത്തിരിപ്പുകളൊന്നും നടത്താൻ പറ്റിയില്ല, എല്ലാം ചീറ്റിപ്പോയെന്നാണ് അവർ പറയുന്നത്. ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? ഇവരുടെ എല്ലാം ഇത് പ്ലാൻഡ് ആയിരുന്നെന്ന് എനിക്കിപ്പം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഷാനവാസ് ഒരു കാര്യം ചിന്തിച്ച് ഇങ്ങനെ വെച്ചേക്കുകയാണ്. അതിൽ നിന്ന് ഒരു നെല്ലട അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു സ്വഭാവമല്ല. അപ്പം ജിഷിനും പറയുന്നുണ്ട്, ഷാനവാസിൻ്റെ പണ്ട് മുതൽ എനിക്കറിയാവുന്നൊരു കാര്യമാണ്, ഷാനവാസ് ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ആ സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസ് മാറത്തില്ല. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഷാനവാസ് ശ്രമിക്കത്തുമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഷാനവാസിൻ്റെ. അപ്പം ബിന്നി പറയുകയാണ്, ഞാനിവിടെ വന്നപ്പം മുതൽ ശ്രദ്ധിക്കുകയാണ്, പുള്ളിക്കാരനോട്ട് അടുത്തൊരു ടാസ്ക് ചെയ്യാനോ പുള്ളിക്കാരനുമായിട്ടൊരു കിച്ചൺ ജോലികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലോ ഞാൻ അടുത്തിട്ടില്ല. നമ്മളിവിടെ ചില ആൾക്കാരുമായിട്ട് പെട്ടെന്ന് അടുക്കും, ചില ആൾക്കാരുമായിട്ട് നമുക്ക് അടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് പുള്ളിയുമായിട്ട്. പക്ഷെ പുള്ളിക്ക് എന്നെ കാണുമ്പം എന്തുകൊണ്ടോ ഞാൻ മറ്റാരോ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ട് ഞാൻ അടുക്കാത്തതാണെന്നുള്ള ഒരു രീതിയിൽ എന്നെ കാണുമ്പോൾ ഒരു തുറിച്ചു നോട്ടമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കങ്ങനില്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. പുള്ളിക്ക് അങ്ങനെയുള്ള ഒരു തോന്നലായിരിക്കാം. പക്ഷേ ഇവളുമാർ തമ്മിൽ ഈ വിഷയത്തിൽ ഇവളുമാർ ഇദ്ദേഹമായിട്ട് പാച്ചപ്പായിട്ടുണ്ട്. ഇവർ മിണ്ടാതിരുന്നിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് സ്നേഹമായിട്ടുണ്ട്, ആങ്ങളെയും പെങ്ങളും കളിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ കാര്യം. പക്ഷെ നമ്മളോട് എന്തിനാ? നമ്മളത് ഇവരുടെ ഇടയിൽ പോയോ? ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാ? അപ്പം ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയ കണക്കാണ് ഇവരുടെ സംസാരം. അവരുടെ ബോണ്ടിങ് അങ്ങനെയാണെന്ന് വെച്ചോ, പക്ഷെ ബാക്കിയുള്ളവരെ കുത്തുന്ന എന്തിനാ? എന്നോട് ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തും, അത് വേറെ. ഞാനല്ലല്ലോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു രീതി വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കണക്കാണ് നമ്മളെ കാണുമ്പോൾ. മുമ്പ് സംസാരിക്കുന്ന കണക്കുള്ള സംസാരമില്ല എന്നോട്.